നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടുള്ള പരിഹാരത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അത് എങ്ങനെ പരിഹരിക്കണം, അല്ലെങ്കിൽ ജ്യോതിഷപരമായി എന്തൊക്കെ വഴിപാടുകളാണ് ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി ചെയ്യേണ്ടത് എന്നുള്ളത് പലർക്കും അറിയേണ്ട കാര്യമാണ്. ആ ഒരു വിഷയത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത്. നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കാം. ഓരോരോ അത്തരത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം. പലർക്കും ശത്രുദോഷം എന്നുള്ളത് എന്താണ് ശത്രുദോഷം, ശത്രുദോഷത്തിന് എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടത്, ഈ ആധുനിക കാലത്തിൽ പോലും ശത്രുദോഷം എന്നുള്ളത് എല്ലാവർക്കും വിശ്വാസമുള്ള കാര്യമാണ്. മനുഷ്യന്റെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകള്, വിരോധത്തോടു കൂടിയുള്ള ചിന്തകൾ പോലും ഒരു വ്യക്തിക്ക് തടസ്സമായി മാറുന്നതാണ്. അത് തൊഴിലിലും വിവാഹത്തിലും മറ്റെല്ലാ മേഖലയിലും അത്തരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തടസ്സങ്ങൾ വരുമ്പോൾ അത് ശത്രുദോഷം എന്നാണ് പറയപ്പെടുന്നത്. അതായത് ശത്രുത മനോഭാവത്തോടു കൂടി ഒരാൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ, ആ ദോഷങ്ങളെ ഇല്ലാതാക്കാനുള്ളതാണ്. ശത്രുക്കളെ ഇല്ലാതാക്കാനല്ല, ശത്രുദോഷത്തെ ഇല്ലാതാക്കാനാണ് ശത്രുദോഷ സംബന്ധമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത്. എന്നാൽ ജ്യോതിഷപരമായി ശത്രുദോഷം എന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിയാണ്. ശിവക്ഷേത്രത്തിൽ 108 ഒരു അഹോര മന്ത്ര പുഷ്പാഞ്ജലി ചെയ്യുക എന്നുള്ളതാണ് ശത്രുദോഷത്തിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള വഴിപാട്. കൂവളമാല സമർപ്പിക്കുന്നതും ശത്രുദോഷത്തിന് പരിഹാരമാണ്. ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി നടത്തുന്നതും ശത്രുദോഷത്തിനുള്ള പരിഹാരമാണ്. ഗുരുതി പുഷ്പാഞ്ജലി മറ്റു പല കാര്യങ്ങൾക്കുമായിട്ടും വഴിപാടുകളായിട്ട് നടത്താം. മഹാവിഷ്ണു ക്ഷേത്രത്തിലും ശത്രുദോഷം ഇല്ലാതാക്കാനുള്ള വഴിപാടുകളുണ്ട്. കാർത്തവീരാർജുന മന്ത്ര പുഷ്പാഞ്ജലി അതിനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള വഴിപാടാണ്. കൂടാതെ അവൽ നിവേദ്യം, തുളസിമാല സമർപ്പിക്കുക തുടങ്ങിയതും ശത്രുദോഷത്തെ ഇല്ലാതാക്കും. ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രത്യഗ്നി മന്ത്രാർച്ചന നടത്തുന്നത് ശത്രുദോഷത്തെ കുറയ്ക്കുന്നതിന് സഹായിക്കും. കൂടാതെ ദേവീക്ഷേത്രത്തിൽ ചുവന്ന മാല സമർപ്പിക്കുന്നതും നെയ്വിളക്ക് കൊളുത്തുന്നതും ശത്രുദോഷ പരിഹാരമാണ്. രക്തപുഷ്പാഞ്ജലിയും ശത്രുദോഷ പരിഹാരത്തിനായിട്ട് ദേവീക്ഷേത്രത്തിൽ നടത്താം. ജ്യോതിഷപ്രകാരം ഒരു വ്യക്തി ശത്രുവായി വരിക എന്നുള്ളതല്ല ശത്രുദോഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 6ാം ഭാവം എന്നുള്ളതാണ് ശത്രുഭാവമായി കണക്കാക്കപ്പെടുന്നത്. 6ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹമാണ് ശത്രു. ആ ഗ്രഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന മേഖലകളിലൊക്കെ ശത്രുവിന്റെ ഉപദ്രവവും ആ സമയത്ത് ഉണ്ടാകാം. ഉദാഹരണത്തിന് വ്യാഴമാണ് 6ാം ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ വ്യാഴത്തെ ശത്രുവായിട്ട് കണക്കാക്കണം. അങ്ങനെ വരുമ്പോൾ വ്യാഴത്തെ കൊണ്ടുള്ള ഭാവാധിപത്യവും കാരകത്വ സ്വഭാവവും അനുസരിച്ചുള്ള ശത്രുക്കൾ ആ സമയത്ത് പ്രബലമായി എന്ന് വരാം, അവരുടെ ഉപദ്രവങ്ങൾ ഉണ്ടായി എന്ന് വരാം. 6ാം ഭാവത്തിൽ ചന്ദ്രനും ശനി നിൽക്കുന്നതും അതുപോലെ തന്നെ ദോഷമായി ഭവിച്ചേക്കാം. അതേപോലെ തന്നെ എല്ലാ ഗ്രഹങ്ങളെയും അത്തരത്തിൽ പരിഗണിക്കാം. അതുകൊണ്ട് തന്നെ ശത്രു ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രശ്നചിന്ത നടത്തി അതിനുള്ള പരിഹാരം ചെയ്യുക തന്നെയാണ് പൂർണ്ണ പരിഹാരത്തിന് ഉത്തമം. കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുമ്പോൾ അത് കൂടുതൽ ഫലപ്രദമാകുന്നു. ഗുരുതി പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നത് പൊതുവായിട്ടുള്ള ദോഷശാന്തിക്കാണ്. ഇപ്രകാരം പ്രശ്നചിന്തയിലൂടെ വഴിപാടുകൾ നടത്തുമ്പോൾ അത് 100% ഫലപ്രദമാകും. മനസ്സിൽ തോന്നിയ വഴിപാടുകൾ നടത്തുന്നതുകൊണ്ടല്ല, ശരിയായിട്ടുള്ള വഴിപാടുകൾ നടത്തുന്നതിലൂടെയാണ് 100% ഫലസിദ്ധി ലഭിക്കുക. നമുക്കിനി അടുത്ത വിഷയത്തിലേക്ക് പോകാം. വിഘ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് നാം എല്ലാവരും ഗണപതി ഭഗവാനാണ് വഴിപാടുകൾ ചെയ്യുന്നത്. പൊതുവായിട്ട് എല്ലാവരും ചെയ്യുന്ന വഴിപാട് ഗണപതി ഹോമം നടത്തുക എന്നുള്ളതാണ്. വിനാശനത്തിനായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. തടസ്സങ്ങൾ മാറാൻ ഗണപതി ഹോമം ഒരെണ്ണം മാത്രം ചെയ്താൽ മതിയാകും. അത് കൂടുതൽ ആവർത്തിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഒരു ഗണപതി ഹോമം ചെയ്തിട്ട് തടസ്സങ്ങൾ മാറുന്നില്ല എങ്കിൽ അതിന് മറ്റ് കാരണങ്ങളും ഉണ്ടാകാം. ചിലർ 108 ഗണപതി ഹോമം വരെ നടത്തുന്നവരുണ്ട്. അവർ മനസ്സിൽ വീണ്ടും വീണ്ടും പറയുകയാണ്, ഒരു ഗണപതി ഹോമം കൊണ്ട് എന്റെ തടസ്സങ്ങൾ മാറുന്നില്ല എന്നുള്ളത്. വിശ്വാസത്തോടുകൂടി ഒരു ഗണപതി ഹോമം ചെയ്യുമ്പോൾ പോലും അത് ഫലത്തിലേക്ക് വരും. അങ്ങനെ തടസ്സം മാറാത്ത പക്ഷമാണെങ്കിൽ ദശാകാലം എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് അതും അതേപോലെ തന്നെ ഗോചരത്തിൽ കണ്ടകശനി, ഏഴശനി, മറ്റ് ഗ്രഹങ്ങളുടെ ദുരിതാവസ്ഥ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതാണ് കൂടുതൽ ഫലപ്രദം. കണ്ടകശനിക്കാലമാണെങ്കിൽ ശാസ്താവിന് പക്കപ്പിറന്നാൾ ദിവസങ്ങളിൽ എള്ളുപായസം നടത്തിക്കൊണ്ട് വേണം ഗണപതി ഹോമം നടത്തുവാൻ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് തടസ്സങ്ങൾ മാറുക. ഗണപതി ഹോമം മാത്രം ചെയ്തുകൊണ്ട് തടസ്സം മാറണമെന്നില്ല. ഏഴശനി, കണ്ടകശനി അല്ലെങ്കിൽ ദശാകാലം ഇതിനനുസരിച്ചുള്ള ശക്തിക്കൊത്ത വഴിപാടുകളും ചെയ്ത് അതിനോടൊപ്പം ഗണപതി ഹോമവും കൂടെ ചെയ്യുമ്പോൾ
തടസ്സങ്ങളെല്ലാം നീങ്ങുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ദാമ്പത്യ കലഹം എന്നുള്ളത് ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന ദോഷമാണ്. അങ്ങനെ ദാമ്പത്യ കലഹം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ നമുക്ക് എന്തെല്ലാം വഴിപാടുകൾ ചെയ്യാം എന്നുള്ളത് പരിശോധിക്കാം. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വള്ളി മണാള മന്ത്രപുഷ്പാഞ്ജലി ചെയ്യുന്നതാണ് ദാമ്പത്യ ദോഷം ഇല്ലാതാക്കാൻ പ്രധാനമായി ചെയ്യേണ്ട വഴിപാട്. അതോടൊപ്പം തന്നെ മുരുക ഭഗവാന് നാരികമാല സമർപ്പിക്കുന്നതും ദോഷത്തെ കുറയ്ക്കും. കൂടാതെ സംവാദ സൂക്തം അഥവാ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നതും ദാമ്പത്യ കലഹത്തെ ഇല്ലാതാക്കും. ഇപ്രകാരം കലഹമുള്ള വീടുകളിൽ ദമ്പതികളുടെ ഇരുവരുടെയും പേരിൽ അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലി ചെയ്യുന്നതും ദോഷത്തെ ഇല്ലാതാക്കും. കൂടാതെ ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും ഉമാമഹേശ്വരന്മാർക്ക് പുഷ്പാഞ്ജലി നടത്തുന്നതും ഒക്കെ ദോഷത്തെ കുറയ്ക്കുന്നതാണ്. 3 പ്രധാനപ്പെട്ട ദോഷങ്ങളും അതിന്റെ പരിഹാരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഒട്ടേറെ ഇത്തരത്തിലുള്ള സംശയങ്ങൾ പ്രേക്ഷകർക്കുണ്ടാകാം. അത്തരം സംശയങ്ങൾ ഉന്നയിക്കുന്ന പക്ഷം അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.